നമസ്കാരം ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഇസ് നിത്യ. ഡിയേഴ്സ്, നിങ്ങൾക്കിട്ടല്ലോ ഈ ഒരു കെ ഡ്രാമയുടെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് എപ്പിസോഡ് വരെ, അതായത് എൻഡിങ് വരെയും നിങ്ങൾക്ക് ഒട്ടും ബോറടിക്കാണ്ട് ഭയങ്കര ഫണ്ണായിട്ടും ക്യൂരിയോസിറ്റിയിലും കാണാൻ പറ്റിയിട്ടുള്ള, അതായത് ഒരു എപ്പിസോഡ് പോലും നിങ്ങൾക്ക് ബോറടിക്കില്ല. കാരണം ഓരോ എപ്പിസോഡ്സും വർത്ത് വാച്ചിങ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള സ്റ്റോറീസ് വരുന്ന ഡ്രാമകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് പോവല്ലേ. അപ്പൊ അതിൽ ഫസ്റ്റ് ഡ്രാമയാണ് ട്രൂ ബ്യൂട്ടി. 2020 റിലീസ് ആയിട്ടുള്ള നല്ല സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ ഈ ട്രൂ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, കാരണം ഈ ഒരു ഡ്രാമയെ പറ്റിയിട്ട് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. കാരണം ഏറ്റവും ഭയങ്കര ഫണ്ണായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രാമയാണ് ട്രൂ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇത് ഞാനുണ്ടല്ലോ ഓൺഗോയിങ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ എപ്പിസോഡ്സിനും ആഴ്ചതോറുമാണ് നമ്മൾ വെയിറ്റ് ആക്കുന്നത്. അപ്പം അങ്ങനെ ഓൺഗോയിങ് കാണുന്ന കുട്ടികൾക്ക് അറിയുന്നുണ്ടായിരിക്കും. കാരണം ഒരു 2 എപ്പിസോഡ് ഒരാഴ്ചയിൽ റിലീസ് ആയാൽ പിന്നത്തെ എപ്പിസോഡ് റിലീസ് ആവുന്നത് അടുത്ത ആഴ്ചയായിരിക്കും. അപ്പോഴായിരിക്കും നമുക്ക് ഓരോ എപ്പിസോഡ്സിൻ്റെയും വില നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പറയാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ എപ്പിസോഡ്സ് നമ്മൾ ഭയങ്കര എന്താ പറയാ, ഭയങ്കര വാല്യുബിൾ ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ട്രൂ ബ്യൂട്ടി എന്ന് പറയുന്ന ഡ്രാമയിലും ഇതേപോലെ തന്നെ ഓരോ എപ്പിസോഡ്സും വർത്ത് വാച്ചിങ് ആയിട്ടുള്ളതാണ് കേട്ടോ. കാരണം ഓരോ എപ്പിസോഡ്സിനും ഭയങ്കര ഫൺ എലമെന്റ്സ് ആയിക്കോട്ടെ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡ് പോലും നമുക്ക് മിസ്സാക്കാനും പറ്റില്ല, സ്കിപ്പ് ചെയ്യാനും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ എപ്പിസോഡ്സും വർത്ത് വാച്ചിങ് ആയിട്ടുള്ളതാണ് ട്രൂ ബ്യൂട്ടിയിൽ വരുന്നത്. ആയിട്ട് കാസ്റ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവരുടെ 3 പേരുടെ കെമിസ്ട്രി ബോണ്ടിങ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് ഇവരെന്നെ വേറെ കോമഡി ആക്ടേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല, ഇവരെന്നെ കോമഡി ഒക്കെ ചെയ്യുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. ഓക്കെ, അപ്പോ എന്തായാലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒട്ടും ബോറടിക്കില്ല കേട്ടോ. അതെന്തായാലും ഞാൻ ഗ്യാരണ്ടി പറയാണ്. ഒട്ടും നിങ്ങൾക്ക് ബോറടിക്കാണ്ട് കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമയാണ് ട്രൂ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇതിലെ 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. സെക്കൻഡ് ഡ്രാമയാണ് 2019 റിലീസ് ആയിട്ടുള്ള ക്രാഷ് ലാൻഡിംഗ് ഓൺ യു. ഈ ഡ്രാമയും ഏകദേശം ഡ്രാമകൾ കാണുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും. നല്ല പോപ്പുലർ ആയിട്ടുള്ള ഡ്രാമയാണ് ക്രാഷ് ലാൻഡിംഗ് ഓൺ യു എന്ന് പറയുന്നത് കേട്ടോ. ഇതിലെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഇതിലുണ്ടല്ലോ ഒരു നോർത്ത് കൊറിയൻ സോൾജിയറും സൗത്ത് കൊറിയൻ ബിസിനസ് വുമണും തമ്മിൽ കണ്ടുമുട്ടുകയും പിന്നീട് ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ആവുകയും ചെയ്യുന്നൊരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. മെയിൻ ഹൈലൈറ്റ് ഇതിലെടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ അത്രയ്ക്ക് അങ്ങോട്ട് ലോകിയില്ല. കാരണം അവർ തമ്മിൽ ഭയങ്കര ശത്രുക്കളാണ് കേട്ടോ. കാരണം അവർക്ക് 2 പേർക്കും പരസ്പരം വെവ്വേറെ ഫ്ലാഗ് ഒക്കെയാണുള്ളത്, വേറെ ആണ് ഭരിക്കുന്നത് പോലും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ കറക്റ്റ് ഭയങ്കര ഡിഫറെന്റ് ആണ്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടും ഒരു കണക്ഷൻ തന്നെ ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സൗത്ത് കൊറിയത്തെ ഒരു ആള് നോർത്ത് കൊറിയ ചെന്ന് പെടുകയാണ്. അപ്പോ അവൾ അവിടെ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അവൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം എന്നൊരു രീതിയിൽ പിന്നീട് പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡ്രാമയുടെ ആ ഒരു സ്റ്റോറി മനസ്സിലാക്കിയിട്ട് വേണം ഈ ഡ്രാമ കാണാനായിട്ട് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. അവർ തമ്മിൽ ഒരു കണക്റ്റഡും അല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് പ്രണയത്തിലായാൽ പിന്നീട് ഈ ഒരു രാജ്യങ്ങൾ തമ്മിൽ അറിഞ്ഞാൽ എന്തായിരിക്കും, പിന്നീട് പ്രശ്നമായിരിക്കുമോ എന്നൊക്കെ നിങ്ങൾ ഡ്രാമ കണ്ടെന്നെ അറിയണം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറിയാണ് ക്രാഷ് ലാൻഡിംഗ് ഓൺ യു എന്ന് പറയുന്ന ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലും ഓരോ എപ്പിസോഡ്സ് നിങ്ങൾക്ക് വർത്ത് വാച്ചിങ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ളതാണ്. കാരണം ഇതും ഭയങ്കര കോമഡിയും ആണ്, സീരിയസ് സ്റ്റോറിയും ആണ്. അതേപോലെ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും, അടുത്ത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ക്യൂരിയോസിറ്റിയിലായിരിക്കും നമ്മൾ ഈ ഡ്രാമ കണ്ട് തീർക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമയാണ് ക്രാഷ് ലാൻഡിംഗ് ഓൺ യു എന്ന് പറയുന്നത്. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. മൂന്നാമത്തെ ഡ്രാമയാണ് ഡോക്ടർ റൊമാൻറ്റിക്. 2016 റിലീസ് ആയിട്ടുള്ള നല്ലൊരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് ഡോക്ടർ റൊമാൻറ്റിക് എന്ന് പറയുന്നത്. ഇതിൽ 2 സീസൺസ് ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക്
അതായത് ഓരോരോ സ്റ്റോറീസ് ആയിരിക്കും ഇതിൽ വന്നു പോകുന്നത്. കാരണം ഇതൊരു മെഡിക്കൽ ഫീൽഡ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡോക്ടേഴ്സ്, നഴ്സുമാര്, പേഷ്യൻസ്, അവർക്ക് ഓരോ വരുന്ന സർജറീസ്, അവരെ ഓരോരുത്തരും ഡീൽ ചെയ്യുന്ന ഓരോ സർജറികളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ എപ്പിസോഡ്സും വർത്ത് വാച്ചിങ് ആണ്. അടുത്തത് എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നൊരു ക്യൂരിയോസിറ്റിയിലായിരിക്കും ഈ ഡ്രാമ നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫ്സുകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മൾ ഈ ഡ്രാമ ഇരുന്ന് കാണും കേട്ടോ. പിന്നെ ആ ഒരു ഹോസ്പിറ്റലിലുള്ള ആ ഡോക്ടേഴ്സ്, അവര് നേഴ്സുമാർ തമ്മിലുള്ള ബോണ്ടിങ്, അവർ തമ്മിലുള്ള കെമിസ്ട്രീസ് ഒക്കെയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഡ്രാമ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. പിന്നെ ഇതിൽ ഓരോ 2 കപ്പിൾസിന്റെ സ്റ്റോറി, 2 സീസൺസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഒരു സീസണിൽ ഒരു കപ്പിൾസിന്റെ സ്റ്റോറി ആണെങ്കിൽ സെക്കൻഡ് സീസണിൽ വേറൊരു കപ്പിൾസിന്റെ സ്റ്റോറിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓരോ എപ്പിസോഡ്സും നിങ്ങൾക്ക് വർത്ത് വാച്ചിങ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഇനി 4ാമത്തെ ഡ്രാമയാണ് 2020 റിലീസ് ആയിട്ടുള്ള ഇറ്റോവിയൻ ക്ലാസ്. എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. ഓരോ തവണ കാണുമ്പോഴും എനിക്ക് പ്രത്യേക ഫീലിംഗ് ആണ് ഈ ഒരു ഡ്രാമയോടുള്ളത്. കാരണം ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു മോട്ടിവേഷണൽ ഡ്രാമയാണ് കേട്ടോ. നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഫീലിംഗ് ഡൗൺ ആയിട്ട് നമ്മൾ ഇരിക്കും, ഈ ഒരു ഡ്രാമ നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഉന്മേഷം ഒക്കെ ആയിരിക്കും ഈ ഡ്രാമയിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് മോട്ടിവേഷൻ നൽകുന്ന ഒരു ഡ്രാമയാണ് ഇറ്റോവിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ഈ കെമിസ്ട്രി ഒന്നും അല്ല ഇതില്. കാരണം ആ ഫോളോ ചെയ്യുന്ന കണ്ടന്റ് ആണ് മെയിൻ. അതിനായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഡ്രാമ ഇരുന്ന് കാണുന്നത് കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റിയിൽ നമ്മൾ ഇരുന്ന് കാണുന്ന ഒരു സ്റ്റോറി തന്നെയാണ് ഈ ഒരു ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഡ്രാമയൊന്ന് മറക്കാണ്ട് കണ്ടു നോക്കിക്കോളൂ. നിങ്ങൾ എന്തായാലും ഡിസപ്പോയിന്റഡ് ആക്കില്ല കേട്ടോ. ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഈ 5th ഡ്രാമയാണ് 2022 റിലീസ് ആയിട്ടുള്ള ദ ഗ്ലോറി എന്ന് പറയുന്നത് കേട്ടോ. ഈ ഡ്രാമ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ലീഡ് ക്യാരക്ടറിന്റെ ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മുടെ സോൺ ഹ്യ ക്യോ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് കേട്ടോ. ഭയങ്കര റിവെഞ്ച്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഈ ഒരു സ്റ്റോറിയിൽ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര റിവെഞ്ച് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലായിരിക്കും നമ്മൾ ഈ ഒരു ഡ്രാമ കണ്ട് തീർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ 16 എപ്പിസോഡ്സ് ആണുള്ളത്. ഞാൻ ഈ ഒരു ഡ്രാമ ആ ടൈമിൽ കണ്ടപ്പോൾ ഫസ്റ്റ് 8 എപ്പിസോഡ് റിലീസ് ആയിട്ടോ. പിന്നെ അടുത്ത 8 എപ്പിസോഡ് റിലീസ് ആയത് എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയിൽ എങ്ങാണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റ ഇരുത്തത്തിന് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരു ഡ്രാമയാണ് ദ ഗ്ലോറി എന്ന് പറയുന്നത്. കാരണം അടുത്തെന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലായിരിക്കും നമ്മൾ ഈ ഡ്രാമ കാണുന്നത് കേട്ടോ. ഫസ്റ്റ് ഒക്കെ എപ്പിസോഡിലുണ്ടല്ലോ അവൾ അനുഭവിക്കുന്ന ഓരോ ക്രൂരതകളൊക്കെ ആയിരിക്കും ഈ ഡ്രാമയിൽ കാണിക്കുന്നത്. പിന്നീടാണ് ആ ഒരു ഹൈപ്പ്, മനസ്സിലായോ? പിന്നീട് അവള് തിരിച്ചു കൊടുക്കുന്ന ഒരു റിവഞ്ചൊക്കെയാണല്ലോ ഇതിൽ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞത് ഓരോ എപ്പിസോഡ്സും വർത്ത് വാച്ചിങ് ആയിട്ടുള്ളതായിരിക്കും. തിരിച്ചടിക്കുന്ന ഓരോ വില്ലൻസിനും തിരിച്ചടി കൊടുക്കുന്നതൊക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ് കേട്ടോ. അതാണ് ഞാൻ ഈ പറഞ്ഞത്, ഭയങ്കര ക്യൂരിയോസിറ്റിയിലും ഭയങ്കര ത്രില്ലിങ്ങോട് കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമയാണ് ദ ഗ്ലോറി എന്ന് പറയുന്നത് കേട്ടോ. ഈ 6th ഡ്രാമയാണ് മൈ നെയിം. 2022 റിലീസ് ആയിട്ടുള്ള ഇതും നല്ലൊരു ത്രില്ലർ ആയിട്ടുള്ള ഒരു റിവഞ്ച് ഡ്രാമയാണ് മൈ നെയിം എന്ന് പറയുന്നത് കേട്ടോ. ഇതും ഗ്ലോറി എന്ന് പറഞ്ഞ ഡ്രാമേനെ പോലെ തന്നെയാണ്. ഏകദേശം ഭയങ്കര റിവെഞ്ച്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഈ ഒരു സ്റ്റോറിന് ഫോളോ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ മേക്കിംഗ് തമ്മിൽ ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ഉണ്ട്. അതായത് റിവെഞ്ച് എന്തിനാണ് ചെയ്യുന്നത് എന്നും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഉള്ളതൊക്കെ ഭയങ്കരമായിട്ട് റിവെഞ്ച് ആണ് ഇതിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് 8 എപ്പിസോഡ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒറ്റ ഇരിപ്പിന് ഞാൻ കണ്ടു തീർത്തിട്ടുള്ള ഒരു ഡ്രാമയാണ് മൈ നെയിം എന്ന് പറയുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒട്ടും തന്നെ ബോറടിക്കില്ല കേട്ടോ. ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ലാസ്റ്റ് എപ്പിസോഡ് വരെ ഒരേ ക്യൂരിയോസിറ്റിയിൽ നമ്മൾ കണ്ടു തീർക്കുന്ന ഒരു ഡ്രാമയാണ് മൈ നെയിം എന്ന് പറയുന്നത്. ഇനി 7th ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. 2017 റിലീസ് ആയിട്ടുള്ള സ്ട്രോങ് വുമൺ ദ ബോങ്സ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കരമായിട്ട് ഫാന്റസി ആൻഡ് റൊമാൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ, നമ്മുടെ കഥയിലെ നായികയ്ക്ക് ഭയങ്കരമായിട്ട് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പവറൊക്കെ ഉള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത് അല്ലേ. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സീരിയസ് കഥയുണ്ട്, എന്നാൽ ഭയങ്കരമായിട്ട് കോമഡി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സും ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ എപ്പിസോഡ്സും വർത്ത് വാച്ചിങ് ആയിട്ടുള്ള തന്നെയായിരിക്കും. ഓരോ എപ്പിസോഡ് നിങ്ങൾ എന്തായാലും ബോറടിക്കില്ല. ഭയങ്കരമായിട്ട് റൊമാൻസും ഉണ്ട്, എന്നാൽ ഭയങ്കരമായിട്ട് ഇപ്പുറത്ത് സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. ഭയങ്കര റൊമാൻസ് ആണ്. ഇവരുടെ കെമിസ്ട്രി ഒക്കെയാണ് ഹൈലൈറ്റ് എടുത്ത് പറയേണ്ടത് കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് എന്തായാലും 16 എപ്പിസോഡ്സ് ആണ്. ഇത് നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആക്കില്ല. ഇതുവരെ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാണ്ട് ഈ ഡ്രാമ കണ്ടോളൂ. ഡ്രാമ ഫാൻസ് ആണെങ്കിൽ ഈ ഡ്രാമ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. മസ്റ്റ് വാച്ചിങ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് സ്ട്രോങ് വുമൺ ദ ബോങ്സു എന്ന് പറയുന്നത് കേട്ടോ.
ഇനി എട്ടാമത് വൈഡ് ആയിട്ട് ഫേമസ് ആയിട്ടുള്ള ഡ്രാമയാണ് സ്ക്വിഡ് ഗെയിം. ഇതിനും 2 സീസൺസ് ആണ് എന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്നത് K-ഡ്രാമ ഫാൻ അല്ലാത്ത ഒരാൾ പോലും കാണുന്ന ഒരു ഡ്രാമയാണ് സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ എപ്പിസോഡ്സും ഇതിലും വർത്ത് വാച്ചിങ് ആയിട്ടുള്ളതാണ്. ഇതുവരെ നിങ്ങൾ ആരെങ്കിലും സ്ക്വിഡ് ഗെയിം കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടോളൂ. വർത്ത് വാച്ചിങ് ആയിട്ടുള്ള ഡ്രാമയാണ് സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്നത്. ഭയങ്കര ഒരു എന്താ പറയാ ഫ്രഷ് കണ്ടന്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു കണ്ടന്റ്. ഭയങ്കര നിങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഡ്രാമ കാണുന്നതിലൂടെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും 3rd സീസണിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ജൂൺ 27-നാണ് അത് റിലീസ് ആവാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അതിലാണ് ക്ലൈമാക്സ് ഒക്കെ വരുന്നത് കേട്ടോ. അപ്പൊ ഈ 2nd സീസൺ വരെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. 3rd ഇറങ്ങിയാൽ മാത്രമാണ് നമുക്കൊരു കൺക്ലൂഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞു വന്നത് ഓരോ എപ്പിസോഡ്സും വർത്ത് വാച്ചിങ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. ഇനി 9th ഡ്രാമ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രാമയാണ് ആൽക്കമി ഓഫ് സോൾസ് എന്ന് പറയുന്നത്. 2022 റിലീസ് ആയിട്ടുള്ള നല്ലൊരു ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫാന്റസി ആയിട്ടുള്ള ഡ്രാമയാണ് ആൽക്കമി ഓഫ് സോൾസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതും എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ആ ഒരു കണ്ടന്റ് തന്നെയാണ്. ഭയങ്കര നല്ലൊരു കണ്ടന്റ് ആണ് ഈ ഒരു ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രാമ ഇതെന്ന് കണ്ടിട്ടുള്ളത് കേട്ടോ. ഇതിലും 2 സീസൺസ് ആണുള്ളത്. ആ 2 സീസൺസിലും സ്റ്റോറി ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഡിസപ്പോയിന്റഡ് ആക്കിയില്ല എന്തായാലും. പിന്നെ ഒരുപാട് ഇരുന്ന് കാണണം, മനസ്സിലായോ? നിങ്ങൾക്ക് അടിച്ചു വിട്ട് കണ്ടാലൊന്നും മനസ്സിലാവും. ഒരു സീന് പോലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണേണ്ട ഒരു ഡ്രാമയാണ് ആൽക്കമി ഓഫ് സോൾസ് എന്ന് പറയുന്നത്. കാരണം സ്കിപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാവില്ല കേട്ടോ. അതാണ് ഞാൻ ഈ പറഞ്ഞത്, ഓരോ എപ്പിസോഡ്സും വർത്ത് വാച്ചിങ് ആയിട്ട് കാണേണ്ടതാണ് കേട്ടോ. കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി 10th ഡ്രാമ 2022 റിലീസ് ആയിട്ടുള്ള റിവെഞ്ച് ഓഫ് അതേഴ്സ്. ഇത് നല്ലൊരു സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. ഇതും ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നല്ലൊരു റിവെഞ്ച് കൊടുക്കുന്ന ഒരു ഡ്രാമയാണ്. കഥ എന്താണ് എന്നുള്ളതെല്ലാം നിങ്ങൾ ഡ്രാമ കണ്ടെന്ന് അറിഞ്ഞാൽ മതി കേട്ടോ. കാരണം ഇത് പറഞ്ഞ പോലെ തന്നെ സ്കൂൾ ബേസ്ഡ് ആണ്. അപ്പൊ സ്കൂൾ ബേസ്ഡ് ഒക്കെ കാണാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രാമ തന്നെയാണ് റിവെഞ്ച് ഓഫ് അതേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിലും സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറയാണ്, എന്നാൽ അതൊന്നും ഇല്ലാതെ ഭയങ്കര ക്യൂരിയോസിറ്റിയിലും ഭയങ്കര ത്രില്ലിങ്ങിലും നിങ്ങൾക്ക് ഒരു ഡ്രാമ കാണാനായിട്ടാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡ്രാമയാണ് റിവെഞ്ച് ഓഫ് അതേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ 11ാമത്തെ ഡ്രാമയാണ് 2022 റിലീസ് ആയിട്ടുള്ള 2521. ഈ ഡ്രാമ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഭയങ്കര മോട്ടിവേഷൻ ഒക്കെ നൽകുന്ന ഒരു ഡ്രാമയാണ് 2521 എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതില് ഒരു സ്പോർട്സ് റിലേറ്റഡ് ആണ്. ഇതിലെ നടനും ആണെങ്കിൽ അവരവരുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. ഭയങ്കര നല്ലൊരു മെസ്സേജിങ് ആണ് ഈ ഒരു ഡ്രാമയിൽ വ്യൂവേഴ്സിന് അവർ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. പക്ഷെ ആ ഒരു മെസ്സേജ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ആ ഒരു ഫീലിങ്സ് നമുക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമയാണ് 2521 എന്ന് പറയുന്നത്. എൻഡിങ് ഒക്കെ ആകുമ്പോഴേക്കും ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ കാണരുത് എന്നൊന്നും പറയില്ല. കാരണം നിങ്ങൾ എന്തായാലും കണ്ടേ പറ്റൂ. നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ലെസൺ ആയിരിക്കും ഈ ഡ്രാമയിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഡ്രാമ നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ. ഇതും ഞാൻ ഓൺഗോയിങ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഡ്രാമയാണ്. അതുകൊണ്ട് തന്നെ ഓരോ എപ്പിസോഡ്സിന്റെ വാല്യൂ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ എന്തായാലും ഓരോ എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. ഇതെന്ന് വെച്ചാൽ സ്ലൈഡ്സ് ഓഫ് ലൈഫ്സ് ആണ് ഇതിൽ കാണിക്കുന്നത്. കാരണം ആ ഒരു ഇവരുടെ പല കാലഘട്ടങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്, മനസ്സിലായോ? ഇതിൽ നടനാണെങ്കിലും ചെറുപ്പ കാലഘട്ടം കാണിക്കുന്നുണ്ട്, കുറച്ച് മിഡിൽ ഏജ്ഡ് കാണിക്കുന്നുണ്ട്, കുറച്ച് ഏജ്ഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ജീവിതത്തിന്റെ പല ഭാഗങ്ങൾ കാണിക്കുന്ന ഒരു ഡ്രാമയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ചെയ്യും. അതേപോലെ തന്നെ ഇവര് കൺവേ ചെയ്യുന്ന ഓരോ മെസ്സേജിങ്ങും നമുക്ക് മനസ്സിലാവും ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ ഒക്കെ ഇതിൽ നന്നായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഭയങ്കര ടച്ചിങ് ആണ് ഈ ഡ്രാമ കാണുന്നതിലൂടെ കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഡ്രാമയെ നിങ്ങൾ മറക്കാണ്ടൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഇനി 12th ഡ്രാമയാണ് 2020 റിലീസ് ആയിട്ടുള്ള ദ അൺകാനി കൗണ്ടർ. ഈ ഡ്രാമ ഭയങ്കരമായിട്ട് ഒരു ഹൊറർ ഡ്രാമയാണ് കേട്ടോ. ഫാന്റസിയാണ്. കാരണം ഈവിൽ സ്പിരിറ്റുകളൊക്കെ ക്യാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് പിടിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശം എന്നെല്ലാം നിങ്ങൾ
നിങ്ങൾ ഡ്രാമ കണ്ടന്നെ അറിയണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതും ഭയങ്കര നിങ്ങൾ നല്ല ക്യൂരിയോസിറ്റിയിൽ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ ഈ ഡ്രാമ എന്തായാലും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ എപ്പിസോഡ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഭയങ്കര രസമാണ് ഈ ഡ്രാമ കാണാനായിട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇതിലും 2 സീസൺസ് ആണ് കേട്ടോ ഉള്ളത്. ഇനി 13th ഡ്രാമയാണ് 2022 റിലീസ് ആയിട്ടുള്ള ബിസിനസ് പ്രൊപ്പോസൽ. ഇത് നല്ലൊരു റൊമാൻറ്റിക് പ്ലസ് കോമഡി ആയിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. റൊമാൻസ് ഉണ്ടോ എന്ന റൊമാൻസ് ഭയങ്കരമായിട്ടുള്ള റൊമാൻസും ഉണ്ട്, കോമഡി ഉണ്ടോ എന്ന് ഭയങ്കരമായിട്ട് നമ്മൾ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള കോമഡീസും ആണുള്ളത് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര എന്റർടൈൻമെന്റോട് കൂടിയിട്ട് കാണാൻ പറ്റിയ ഡ്രാമയാണ് ബിസിനസ് പ്രൊപ്പോസൽ. ആകെ 12 എപ്പിസോഡ്സ് ഉള്ളു. ആ 12 എപ്പിസോഡ്സ് നമ്മൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഡ്രാമ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മൈൻഡ് ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് ഭയങ്കര കാമായിട്ടുള്ള മൈൻഡോട് കൂടിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമയാണ് ബിസിനസ് പ്രൊപ്പോസൽ എന്ന് പറയുന്നത് കേട്ടോ. 14th ഡ്രാമയാണ് 2023 റിലീസ് ആയിട്ടുള്ള സെലിബ്രിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇത് നല്ലൊരു റിവഞ്ച് ഫുൾ ആയിട്ടുള്ള ഡ്രാമയാണ് ദ സെലിബ്രിറ്റി എന്ന് പറയുന്നത്. അതായത് ഇതൊരു സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഈ ഒരു സ്റ്റോറിയിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. കാരണം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ ചുറ്റും വളർന്നു വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ കഥയിലെ നായികയ്ക്കും ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു സെലിബ്രിറ്റി ആവുക എന്നുള്ള ഒരു ആഗ്രഹമാണ് അവൾക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്ന ഒരു സ്റ്റോറിയൊക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. എന്തായാലും നിങ്ങൾ എന്തായാലും ഈ ഒരു ഡ്രാമ കണ്ടു നോക്കിക്കോളൂ. എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 12 എപ്പിസോഡ്സ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര ക്യൂരിയോസിറ്റിയിലായിരിക്കും ഈ ഡ്രാമ കണ്ടു തീർക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറഞ്ഞേക്കണേ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ. കാരണം പലർക്കും പല ടേസ്റ്റ് ആണല്ലോ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും നിങ്ങളത് കണ്ടു നോക്കിക്കോളൂ. ഇനി പദവ ഇഷ്ടമായില്ലെങ്കിൽ വേറെ ഉണ്ടല്ലോ, ഡ്രാമാസ് ഒരുപാടുണ്ടല്ലോ. ഞാൻ ഒന്നാമത് അതുകൊണ്ടാണ് ഞാൻ ഈ 15 ഒക്കെ റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം കേട്ടോ. കാരണം ഒന്നിഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തതിനുള്ള ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ ഈ 15 റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ലാസ്റ്റ് ഡ്രാമയാണ് ഗോബ്ലിൻ എന്ന് പറയുന്നത്. ഈ ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഡ്രാമ ഫാൻ അല്ലാത്ത ഒരാൾക്ക് പോലും ഗോബ്ലിൻ ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും. 2016 റിലീസ് ആയിട്ടുള്ള നല്ലൊരു ഫാൻസി ആൻഡ് ഹൊറർ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് ഗോബ്ലിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് സ്റ്റോറി എന്താണ് ഫോളോ ചെയ്യുന്നത് എന്നെല്ലാം നിങ്ങൾ ഡ്രാമ കണ്ടന്റ് അറിയണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും 15 ഡ്രാമ ഇത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒന്നിഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ അടുത്തത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഡ്രാമകളാണ്. എല്ലാ എപ്പിസോഡ്സും എനിക്ക് വർത്ത് വാച്ചിങ് ആയിട്ടാണ് ഫീൽ ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡ്രാമ കണ്ടിട്ട് നിങ്ങൾക്കും അതുപോലെ തന്നെയാണ് ഫീൽ ആയത് എന്നൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേക്കണേ. ഇന്നത്തെ വീഡിയോ എന്തായാലും എത്ര ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.